70ാമത് നെഹ്റു ട്രോഫി ഫൈനൽ ഫലത്തിൽ മാറ്റമില്ല. കാരിച്ചാൽ തന്നെ ജേതാവ്. അപ്പീൽ കമ്മിറ്റി പരാതികൾ തള്ളി. കൂടുതൽ വിശദീകരണങ്ങളുമായി ഷാജഹാൻ തേരുന്നുണ്ട്. ഷാജഹാൻ, അങ്ങനെ ഒരു നിർണായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 70ാമത് നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിൽ ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നതിലുള്ള വിവാദങ്ങൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീനിധി, ഇന്ന് ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് വള്ളം തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബും അതോടൊപ്പം തന്നെ കുമരകം ബോട്ട് ക്ലബ്ബും, ടൗൺ ടീം തുഴഞ്ഞ കുമരകം ബോട്ട് ക്ലബ്ബും തമ്മിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതികളൊക്കെ തന്നെ പരിശോധിച്ചിട്ടാണ് ഇന്ന് ജൂറി ഓഫ് കമ്മിറ്റിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർ നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം ചേർന്നത്. ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാരിച്ചാൽ തന്നെ വിജയി എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവരം അറിയാനായിട്ട് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഭാരവാഹികളും അവിടെ എത്തിയിരുന്നു. അവർ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരെന്തായാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല, നിയമ നടപടിയുമായി മുൻപോട്ട് പോകും. തങ്ങളാണ് വിജയിച്ചത്, തങ്ങൾ തുഴഞ്ഞ വള്ളമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കാരിച്ചാൽ ചുണ്ടൻ വിജയിച്ചു എന്ന് പറയുന്നത് ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിയമ നടപടിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കാരിച്ചാൽ തന്റെ വിജയിയായി പ്രഖ്യാപിച്ചുവെങ്കിലും ആ വള്ളത്തെ മാറ്റി നിർത്തിക്കൊണ്ടും തങ്ങൾ തുഴഞ്ഞ വള്ളമാണ് വിജയിച്ചത് എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ നിയമ നടപടിയുമായിട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഷാജഹാൻ, വിധി നിർണയത്തിൽ പിഴവില്ലെന്ന് അറിയിച്ചിട്ടും അതിന് പുറമെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള ഒരു മുന്നൊരുക്കത്തിലേക്ക് മറ്റു 2 ക്ലബ്ബുകൾ പോകുന്നത്. അപ്പോൾ അതിനുള്ള തെളിവുകൾ സഹിതം അവർ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാര്യം കുട്ടനാട്ടിൽ ഇപ്പോൾ ഈ വള്ളംകളി നടന്ന പുന്നമടക്കായലിൽ ഈ നിലവിൽ സാങ്കേതികമായിട്ട് ഇവർ പറയുന്ന മൈക്രോ സെക്കൻഡ്സിന്റെ അടിസ്ഥാനത്തിൽ വിജയികളെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ കഴുക്കോലുകളും അതോടൊപ്പം തന്നെ കവുങ്ങിന്റെ കമ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് ട്രാക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരം ട്രാക്കുകളിലൂടെ തുഴഞ്ഞു വരുന്ന വള്ളത്തിനെ ഒളിമ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ, അതായത് 4.29 സെക്കൻഡിലാണ് 2 വള്ളങ്ങളും ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ മൈക്രോ സെക്കൻഡ്സിന്റെ പേര് പറഞ്ഞാണ് കാരിച്ചാലിനെ വിജയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെന്തടിസ്ഥാനത്തിലാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.